തീർച്ചയായിട്ടും പുറത്തുവിടാൻ ഭയമോ എന്ന ചോദ്യത്തിന് പുറത്തുവിടാൻ ഭയം തന്നെയാണ്. അഥവാ നിലവിൽ പുറത്തുവിട്ടാൽ ഒരുപാട് ചർച്ചകൾ അതിന് പിന്നാലെ നടക്കും. ആ ചർച്ചകൾ ഈ സർക്കാരിനെ സംബന്ധിച്ച് നിലവിലിരിക്കുന്ന ഒരു യൂഫോറിയ, ഒരു മനസ്വസ്ഥയും ചിലരുടെയെങ്കിലും നഷ്ടപ്പെടുത്തുമെന്നുള്ളൊരു ഭയമാണ് എന്നതാണ് എൻ്റെ ടേക്ക്. നമ്മൾ സാധാരണ പറയുന്നൊരു പ്രയോഗമുണ്ട്, ഫാലോസെൻട്രിസം എന്ന് പറയും. എന്ന് പറഞ്ഞാൽ പുല്ലിംഗബോധമാണ് നിങ്ങളുടെ ഒരു സമൂഹത്തെ നയിക്കുന്നതെങ്കിൽ അതൊരു ഫാലോസെൻട്രിക് സമൂഹമാണ് എന്നാണ്. രാഷ്ട്രീയം നിങ്ങൾ നോക്കൂ, ഫാലോസെൻട്രിക് ആണ്. സിനിമ നിങ്ങൾ നോക്കൂ, ഈ പുല്ലിംഗബോധം ഏറ്റവും ശക്തമുള്ള ഒരു സമൂഹത്തിലാണ് നിൽക്കുന്നത്. ആ പുല്ലിംഗബോധത്തിൻ്റെ ആവിഷ്കാരമാണ് പലപ്പോഴും തമാശകളായിട്ട്, ജോക്കുകളായിട്ട് വരുന്നത്. അതാണ് പലപ്പോഴും നിയമങ്ങളായിട്ട് വരുന്നത്, ചട്ടങ്ങളായി വരുന്നത്, ചില ആചാരങ്ങളും കൺവെൻഷനുകളുമായി വരുന്നത്. ഇത് ഏറ്റവും കൂടുതൽ പ്രകടമാകുന്ന മേഖലകളിലൊന്നാണ്. എല്ലാ മേഖലകളിലും ഈ പുല്ലിംഗബോധമുണ്ടെങ്കിലും ചില മേഖലകളിൽ നിന്നൊക്കെ അത് ശക്തമായ ചെറുത്തുനിൽപ്പുകൾക്ക് വിധേയമായ ഒരു പരിധിവരെ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. അക്കാഡമിക്സിലുണ്ട്. അക്കാഡമിക്സിലെ ആ ബോധത്തെ പലതവണ വിദ്യാർത്ഥിനികൾ ചെറുത്തിട്ടുണ്ട്. വിദ്യാർത്ഥിനികൾ ചെറുക്കാൻ വേണ്ടി വരുമ്പോൾ അവരെ നിയന്ത്രിക്കുന്ന ഈ പുല്ലിംഗബോധമുള്ള അക്കാഡമിക് പൊസിഷനിൽ ഇരിക്കുന്നവരുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മളുടെ കോളേജുകളാണെങ്കിലും സർവകലാശാലകളാണെങ്കിലും അവിടെയൊക്കെ ഏറ്റവും കൂടുതൽ സ്ത്രീ സാന്നിധ്യമുണ്ട്. എന്നാൽ സിനിമയിലും രാഷ്ട്രീയത്തിലും മാധ്യമങ്ങളിലേക്കുമൊക്കെ എത്തുമ്പോൾ ഈ പുരുഷാധിപത്യം പല രീതിയിൽ സ്ത്രീകളുടെ മനുഷ്യാവകാശങ്ങൾ ചൂഷണം ചെയ്യുന്നതായിട്ട് കാണാം. ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലേക്ക് വന്നാൽ, ഹേമ കമ്മീഷൻ റിപ്പോർട്ട് 2018 മെയ്യിൽ, അതായത് മലയാളത്തിലെ വളരെ പ്രശസ്തയായ നടി ആക്രമിക്കപ്പെട്ട 2017 ഫെബ്രുവരിക്ക് ശേഷം ഏകദേശം ഒരു വർഷം കഴിഞ്ഞാണ് ഈ കമ്മിറ്റി ഉണ്ടാവുന്നത്. ആ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കുന്നതാവട്ടെ 2019 ഡിസംബർ മാസത്തിലുമാണ്. ഏകദേശം 1.5 വർഷത്തിനു ശേഷമാണ് ആ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. 3 പ്രധാനപ്പെട്ട അംഗങ്ങൾ, നടിയായ ശാരദ, IAS ഉദ്യോഗസ്ഥയായ KB വത്സലകുമാരി, ഒപ്പം ജസ്റ്റിസ് ഹെമയും. ഈ 1.5 വർഷക്കാലം നമ്മുടെ ഖജനാവിൽ നിന്ന് 1,06,50,000 രൂപ മുടക്കിയാണ് ഈ ഹേമ കമ്മിറ്റി പ്രവർത്തിച്ചത്. ആ ഹേമ കമ്മിറ്റി പ്രവർത്തിച്ചതിന് ശേഷം ഡിസംബർ 31 തീയതി, അതായത് 4.5 വർഷങ്ങൾക്ക് മുമ്പ് കൊടുത്തൊരു റിപ്പോർട്ട്, ആ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ ആ റിപ്പോർട്ട് നടപ്പിൽ വരുത്തണമെന്നും ആ റിപ്പോർട്ടിലെ മാർഗനിർദ്ദേശങ്ങൾ അടിസ്ഥാനമാക്കിക്കൊണ്ട് സർക്കാർ നിയമം നിർമ്മിക്കണമെന്നും വളരെ കൃത്യമായി പറഞ്ഞിരുന്നു എന്ന വാസ്തവം നമ്മുടെ മുന്നിലുണ്ട്. ഇതിരിക്കുമ്പോഴാണ് 4.5 വർഷമായി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കോൾഡ് സ്റ്റോറേജിലാണ്. അതായത് എൻ്റെയും നിങ്ങളുടെയും നികുതിപ്പണം എടുത്തൊരു കമ്മിറ്റിയെ തീരുമാനിക്കുക, ആ കമ്മിറ്റി വിശദമായി പഠിച്ച് വിശദമായി കേട്ട് ഒരു റിപ്പോർട്ട് തയ്യാറാക്കുക. ആ റിപ്പോർട്ടിന് പല ഭാഗങ്ങളുണ്ട്. അതിൽ സംഭവങ്ങളെ കൃത്യമായി വിവരിക്കുന്ന ഭാഗങ്ങളുണ്ട്, ഏറ്റവും ഒടുവിൽ മാർഗനിർദ്ദേശങ്ങളുമുണ്ട്. ആ റെക്കമെൻഡേഷൻസ് നടപ്പിലാക്കാൻ, അതിലെ റെഗുലേഷൻസ് നടപ്പിലാക്കാൻ എന്തുകൊണ്ടാണ് സർക്കാരിന് ഭയം എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഇവിടെ 1-2 കാര്യങ്ങൾ പ്രധാനമായും നോക്കണം. ഈ കമ്മിറ്റി റിപ്പോർട്ട് ലിംഗവിവേചനത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. കമ്മിറ്റി റിപ്പോർട്ട് ലൈംഗിക പീഡനത്തെക്കുറിച്ച്, തൊഴിലിടങ്ങളിലെ ലൈംഗിക പീഡനത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. സിനിമാ മേഖലയിലെ ലൈംഗിക പീഡനത്തിൻ്റെ വാർത്തകൾ എന്തുകൊണ്ടാണ് പുറത്തു വരാൻ വൈകുന്നത്? എനിക്ക് നേരിട്ടറിയാവുന്നൊരു സംഭവമുണ്ട്. എൻ്റെ അടുത്ത ഒരു സുഹൃത്തായ, എൻ്റെ ഒരു ബന്ധു കൂടിയായ ഒരു വളരെ പ്രശസ്തയായ ഒരു സിനിമാ താരം, ആ സിനിമാ താരത്തെ കേരളത്തിലെ മുഖ്യധാരയിൽ നിൽക്കുന്ന ഒരു നായക നടൻ രാത്രിയിൽ അദ്ദേഹത്തിൻ്റെ റൂമിലേക്ക് വിളിക്കുകയാണ്. അദ്ദേഹത്തെ വിളിക്കുന്നത് എങ്ങനെയാണ്? വളരെ കൗതുകരമായിട്ടാണ് വിളിക്കുന്നത്. ഈ പുസ്തകം വായിച്ചിട്ടുണ്ടോ എന്നൊരു ചോദ്യം. അപ്പോൾ പറയുന്നു, ഇല്ല, ഞാൻ ആ പുസ്തകം വായിച്ചിട്ടില്ല. ഈ പുതിയ പുസ്തകം കിട്ടിയിട്ടുണ്ട്, നമുക്കതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വൈകുന്നേരം മുറിയിലേക്ക് വരണം എന്ന് പറയുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ അപകടം നടത്തിയിട്ട് അദ്ദേഹം തിരിച്ചു പറയുന്നു, ഞാനിത് എൻ്റെ ബ്രദറിനോട് ചോദിച്ചു, അവൻ കിൻഡിൽ എനിക്ക് ഇപ്പോൾ ഇട്ട് തന്നിട്ടുണ്ട് എന്ന് പറയുന്നിടത്ത് അത് അവിടെ അവസാനിച്ചു. പക്ഷേ അത് അങ്ങനെയല്ല. അതിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിച്ചു? അടുത്ത 2 സിനിമകളിൽ തുടർച്ചയായിട്ട് അവസരം നിഷേധിക്കപ്പെടുകയും ഞാനും ഈ നായികയും തമ്മിലുള്ള കെമിസ്ട്രി ശരിയാവില്ല എന്ന നിലപാടെടുക്കുകയും ചെയ്തു ഈ നടൻ. ഇങ്ങനെയാണ് സിനിമയിൽ നിന്ന് നിങ്ങൾ ഫീൽഡ് ഔട്ട് ആക്കുന്നത്. ഇത് ആ നായക നടൻ ഇങ്ങനെ പറയുന്നതിൻ്റെ കാരണം ഈ വിവാദങ്ങളൊക്കെ ഉയരുന്നൊരു പശ്ചാത്തലത്തിൽ കൂടിയാണ്. അതല്ലെങ്കിൽ ഇങ്ങനെയല്ല സംഭവിക്കുക. അവിടെയാണ് കാസ്റ്റിംഗ് കൗച്ച് എന്ന് നേരത്തെ സ്മൃതി പറഞ്ഞ വിഷയം നമ്മുടെ മുന്നിലുള്ളത്. മലയാള സിനിമയിൽ കാസ്റ്റിംഗ് കൗച്ച് ഉണ്ട്, നമ്മുടെ മുന്നിലുണ്ടല്ലോ. ഇടതുപക്ഷത്ത് തന്നെ പ്രവർത്തിച്ചിരുന്ന ഒരു സിനിമാ താരത്തിന്, ഒരു സിനിമാ സംവിധായകനെതിരെ മോഡലും ഒരു നടിയും കൂടി പരാതി കൊടുത്ത കേസ് നമ്മുടെ മുന്നിലുണ്ടല്ലോ. ആ കേസ് പിന്നീട് എങ്ങനെ ഒത്തുതീർപ്പാക്കി പെട്ടുപോയി. പല കേസുകളും ഇതേപോലെ കാസ്റ്റിംഗ് കൗച്ചുകൾ, അത് ഇടതുപക്ഷത്ത് മാത്രമല്ല എല്ലാ പക്ഷത്തും നിൽക്കുന്ന സംവിധായകർക്കെതിരെയും കലാകാരന്മാർക്കെതിരെയും വരുന്നു. അതൊന്നും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. പക്ഷെ പലപ്പോഴും അത് സൃഷ്ടിക്കുന്നൊരു പൊതുബോധമുണ്ട്. ആ പൊതുബോധത്തെ എതിർക്കാൻ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കഴിയുമായിരുന്നു. എൻ്റെ ആർഗ്യുമെൻ്റ് അവിടെയാണ്. ഇതൊരു നിയമനിർമ്മാണത്തിലൂടെ സിനിമാ മേഖലയിൽ ഒരു പരിധിവരെ മാത്രമേ നിങ്ങൾക്ക് ഇടപെടാൻ സാധിക്കൂ. കാരണം അത് നിങ്ങളുടെ ചോയ്സാണ്. നിങ്ങളുടെ സിനിമയിൽ ആരെ അഭിനയിപ്പിക്കണം, ആരെ അഭിനയിപ്പിക്കേണ്ട എന്ന് തീരുമാനിക്കുന്നത്. മലയാളത്തിലെ ഒരു നടി ആക്രമിക്കപ്പെട്ടിട്ട് ആ നടിയെ സിനിമകളിൽ നിന്ന് അപ്രഖ്യാപിതമായിട്ട് ഒഴിവാക്കിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട സിനിമകളിലൊന്നും അവരുടെ സാന്നിധ്യമില്ല. അവരെ പിന്തുണച്ചു എന്നതിൻ്റെ പേരിൽ എത്ര പ്രധാനപ്പെട്ട നായിക നടിമാരാണ് ഔട്ടാക്കപ്പെട്ടത്? നോക്കൂ, നമ്മളുടെ ഇവിടെ പാർവതി എന്ന മികച്ച ടാലൻറ്റഡായ ഒരു അഭിനേത്രിയെ, ഒരു നായക നടനെ വിമർശിച്ചു എന്നതിൻ്റെ പേരിൽ പോലും ഒരു പരിധിവരെ എത്രമാത്രം വേട്ടയാടി എന്ന് നമ്മൾ കണ്ടതാണ്. അപ്പോൾ സ്വാഭാവികമായി
പ്രധാനമായും സിനിമാ മേഖലയിൽ നിൽക്കുന്ന ഈ ലിംഗപരമായ ഭ്രഷ്ട് അത് സൃഷ്ടിക്കുന്നൊരു പൊതുബോധം, ആ പൊതുബോധത്തെ മറികടക്കാൻ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ കോൺക്ലേവ് 4.5 വർഷങ്ങൾക്ക് മുമ്പ് നടക്കേണ്ടതാണ്. ഈ കോൺക്ലേവ് നല്ലൊരു ആശയമാണ്, അത് ഞാൻ തള്ളിക്കളയുന്നില്ല. ആ കോൺക്ലേവിലൂടെയാണ് ഇത്തരം ചർച്ചകൾ ഉണ്ടാവേണ്ടതും ഈ കമ്മീഷൻ റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട അനുമാനങ്ങൾ അവിടെ പൊതു ചർച്ചയ്ക്ക് വിധേയമാക്കുകയും അത് പൊതുബോധത്തിൽ എത്തുകയും വേണം. പൊതുബോധത്തിൽ എത്തുമ്പോഴാണ് നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ അപമാനിക്കുന്ന ഈ നായക നടൻ നീ വെറുമൊരു പെണ്ണല്ലേ എന്ന സിനിമാ ഡയലോഗ് കേൾക്കുമ്പോൾ തിയേറ്ററിലിരുന്ന് കൈയടിക്കുന്ന ഓരോ പ്രേക്ഷകരും മനസ്സിലാക്കേണ്ടത് ഈ നായിക നടി ആ ഡയലോഗിൽ മാത്രമല്ല താനൊരു രണ്ടാം പൗരയാണ്, താനൊരു സെക്കൻഡ് സെക്സ് ആണ് എന്നത് അനുഭവിക്കുന്നത്. പകരം ആ സിനിമാ സെറ്റിൽ അവർക്ക് ശുചിമുറികൾ ഉപയോഗിക്കാൻ കഴിയാത്തിടം മുതൽ അവർക്ക് ഒരു അഭിപ്രായം പറയാൻ, വസ്ത്രത്തിൻ്റെ കാര്യത്തിൽ ഒരു അഭിപ്രായം പറയാൻ കഴിയാത്തിടത്തോളം, അവർക്ക് അടുത്ത റോളിനെ കുറിച്ച് അവർക്ക് അസൗകര്യമുള്ള, അവർക്ക് അൺകംഫർട്ടബിളായൊരു സീൻ ചിത്രീകരിക്കുമ്പോൾ അത് മാറ്റിക്കൂടെ എന്ന് ചോദിക്കാൻ കഴിയാത്ത വിധം അവർ നിസ്സഹായരായി പോകുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ഈ സാഹചര്യങ്ങളെ പൊതുസമൂഹത്തിന് മുന്നിൽ എത്തിക്കാൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സഹായിക്കുമായിരുന്നു. പക്ഷേ 4.5 വർഷം അത് കോൾഡ് സ്റ്റോറേജിൽ വെച്ചപ്പോൾ എന്താ യഥാർത്ഥത്തിൽ സംഭവിച്ചത്? നിങ്ങൾ ഇരയുടെ പക്ഷത്താണെന്ന് പറയുകയും വേട്ടക്കാരനെ കുറിച്ചുള്ള പരാമർശങ്ങൾ അടങ്ങിയിരിക്കുന്ന റിപ്പോർട്ട് നിങ്ങൾ പൂഴ്ത്തിവെക്കുകയും ചെയ്തു. അപ്പോൾ നിങ്ങൾ ഇരയ്ക്കും വേട്ടക്കാരനും ഒപ്പമാണ് എന്ന് പൊതുസമൂഹം സംശയിച്ചാൽ ഇതിനെ കുറ്റം പറയാൻ കഴിയില്ല. ഇതിൽ ചില സൂചനകളുണ്ടല്ലോ, ആ സൂചനകൾ സ്വാഭാവികമായും പ്രേക്ഷകർ അതിവേഗം വായിച്ചെടുക്കും. ഇത് പറഞ്ഞിരിക്കുന്നത് ഇയാളെ കുറിച്ചാണ്, ഇത് പറഞ്ഞിരിക്കുന്നത് ഇന്നയാളെ കുറിച്ചാണ്, ഇയാളൊരു വലിയ നടനാണ്, ഇയാൾ ഇന്ന പാർട്ടി അനുഭാവമുള്ള ആൾക്കാരാണ്, ഈ പറയുന്ന ആൾക്ക് ഇന്ന ബോധ്യമുണ്ട്, ഇതൊക്കെ പുറത്തു വരും എന്നുള്ളതാണ്. ഈ ഐഡന്റിറ്റി എല്ലാം നിങ്ങൾ മറച്ചു വെച്ചോളൂ, അതൊന്നും കുഴപ്പമില്ല. പക്ഷേ അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ചില മാർഗനിർദ്ദേശങ്ങളുണ്ട്. ഇതൊക്കെയാണ് സിനിമാ സെറ്റിൽ ഈ നടിമാർ അനുഭവപ്പെടുന്നത് അല്ലെങ്കിൽ നടിമാർ അനുഭവിക്കുന്നത് എന്നുള്ളത് കൃത്യമായി എണ്ണി പറഞ്ഞിരിക്കുന്നു. വിമൻ കളക്റ്റീവിലെ പ്രതിനിധികൾ പലതവണ പറഞ്ഞിട്ടുണ്ട്. ഇത് നിങ്ങൾ പുറത്തുവിടാതിരിക്കുമ്പോൾ സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് ഇത്രമാത്രമേ പ്രാധാന്യം കൊടുക്കുന്നുള്ളൂ, അതൊരു വലിയ വിഷയമല്ല എന്ന സ്റ്റേറ്റ്മെൻറ്റാണ് നിങ്ങൾ നൽകുന്നത്. അത് നടിമാരെ സംബന്ധിച്ചിടത്തോളം, കലാകാരികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. അപ്പോൾ ലൈംഗികപരമായ പീഡനം സെറ്റുകളിൽ നടക്കുന്നു എന്നുള്ളത് നമുക്ക് കൃത്യമായും മനസ്സിലായ വിവരമാണ്. പക്ഷേ അതിനെ നിയന്ത്രിക്കാനുള്ള സംവിധാനങ്ങൾ ഇപ്പോഴും ലഭ്യമല്ല. കാരണം ഈ പരാതികൾ പലപ്പോഴും പോലീസ് സ്റ്റേഷനുകളിലേക്ക് വരാറില്ല. ആ പരാതികൾ അവരുടെ സുഹൃത്തുക്കളോട് പറയുകയോ ഡിപ്രഷനിലേക്ക് പോവുകയോ ചെയ്യുന്ന നടിമാർ ധാരാളമുണ്ട്. പുറത്ത് പറയാൻ കഴിയാത്തവർ, അടുത്തൊരു അവസരം നഷ്ടപ്പെടുമോ എന്ന ആശങ്കയിൽ ജീവിക്കുന്നവരുണ്ട്. അവരെയൊക്കെ പൊതുസമൂഹം കളിയാക്കുന്നത് നിങ്ങളുടെ സിനിമയിലുള്ള വരവ് ഇങ്ങനെയൊക്കെ അല്ലേ എന്ന രീതിയിൽ സംസാരിക്കുമ്പോൾ ആ പൊതുബോധത്തെ തിരുത്താനെങ്കിലും ഈ കമ്മീഷൻ റിപ്പോർട്ടിലെ മാർഗനിർദ്ദേശങ്ങൾ സഹായിക്കുമായിരുന്നു. രണ്ടാമത്തത് ലിംഗപരമായ വിവേചനം. നിങ്ങൾ ഇപ്പോഴും നോക്കൂ, മലയാള സിനിമയിലടക്കം വരുന്ന കഥാപാത്രങ്ങളുടെ സ്വഭാവത്തിലാണെങ്കിലും ശരി, സിനിമാ ഡിപ്പാർട്ട്മെൻറ്റിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും ശരി, ഇപ്പോൾ കേരള സർക്കാർ അടുത്തിടെയാണ് ഈ വനിതാ സിനിമാ സംവിധായകർക്കും പ്രവർത്തകർക്കുമുള്ള സംഭാവന നൽകി തുടങ്ങിയത്, അതിന് സഹകരണം നൽകി തുടങ്ങിയത്, അവർക്ക് സ്കോളർഷിപ്പ് നൽകി തുടങ്ങിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ധാരാളം സിനിമകൾ വരുന്നു, പുതിയ സ്ത്രീ കലാകാരികൾ സിനിമയുമായി മുന്നോട്ട് വരുന്നു. ഇവിടുത്തെ ആ പ്രൊഡക്ഷൻ യൂണിറ്റിനെ നിയന്ത്രിക്കുന്ന ആളുകൾ മുതൽ സാങ്കേതിക സംവിധാനങ്ങളെ പൂർണ്ണമായിട്ടും നിയന്ത്രിച്ച് നിർത്തുന്നിടം വരെ 80% പുരുഷ കേന്ദ്രീകൃതമായൊരു വ്യവസ്ഥയാണ്. അതിനെ എങ്ങനെയാണ് മാറ്റിയെഴുതാൻ കഴിയുക? അത്തരത്തിലുള്ള സൂചനകളുണ്ട്. അത്തരത്തിലുള്ള ചില പരിഷ്കരണങ്ങൾക്കുള്ള ഒരു തുടക്കമാകുമായിരുന്നു യഥാർത്ഥത്തിൽ ഹേമ കമ്മീഷൻ റിപ്പോർട്ട്. നിർഭാഗ്യവശാൽ അത് സാധ്യമായില്ല. മൂന്നാമത്തതാണ് ഈ തൊഴിലിടങ്ങളിലുള്ള മനുഷ്യാവകാശ ലംഘനം. ആ തൊഴിലിടങ്ങളിലെ മനുഷ്യാവകാശ ലംഘനങ്ങൾ, സാഹചര്യ പരിമിതികൾ, ഇതിനെ മറികടക്കണം. കൃത്യമായിട്ടൊരു പ്രൊഡക്ഷൻ യൂണിറ്റ് വരുമ്പോൾ ഇവിടെ സ്ത്രീ ആർട്ടിസ്റ്റുകൾ ഇത്ര പേരുണ്ട്, ഇത്ര സ്ത്രീ ആർട്ടിസ്റ്റുകൾക്ക് അവിടെ ശുചിമുറികളുണ്ട്, സ്ത്രീ ആർട്ടിസ്റ്റുകൾക്ക് വേഷം മാറാനുള്ള സംവിധാനങ്ങളുണ്ട് എന്നത് കൃത്യമായി പാലിക്കാൻ കഴിയുന്ന സംവിധാനം ഉണ്ടാവണം. ഇതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു നിയമനിർമ്മാണമാണ് യഥാർത്ഥത്തിൽ വേണ്ടിയിരുന്നത്. പക്ഷേ നിയമനിർമ്മാണം നടന്നില്ല. കാരണം ഇതിനെ നിയന്ത്രിക്കുന്ന ശക്തി എന്ന് പറയുന്നത് പൊതുബോധത്തിലെ ഹീറോകളായിരിക്കാം. പക്ഷേ അവർ യഥാർത്ഥത്തിൽ സ്ത്രീബോധ്യവുമായി, ലിംഗസമത്വവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വരുമ്പോഴെല്ലാം അടച്ചാക്ഷേപിച്ച് ഒരു അശ്ലീല ചിരിയോടുകൂടി കടന്നു പോകുന്നവരാണ്. പലപ്പോഴും സിനിമയിലെ ഡയലോഗ് ഉണ്ടല്ലോ, നീ വെറുമൊരു പെണ്ണാണ്, എനിക്ക് കാലുമടക്കി തൊഴിക്കാനുള്ളൊരു പെണ്ണാണ് എന്ന് സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ അതിൽ നമ്മളിൽ പ്രവർത്തിക്കുന്ന, അതിനെ കൈയടിക്കുമ്പോൾ അത് നമ്മൾ കൂടി ആ പുരുഷബോധ്യത്തിൻ്റെ, ആ പുല്ലിംഗ ബോധത്തെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുക. അതിനെ മറികടക്കാൻ പറ്റുന്ന ഒരു ചർച്ചയ്ക്കെങ്കിലും ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് തുടക്കം കുറിക്കുമായിരുന്നു. പക്ഷെ 4.5 വർഷം അത് കോൾഡ് സ്റ്റോറേജിൽ വെച്ചതിന് സർക്കാരിന് ഒരു ന്യായീകരണവുമില്ല. ഞാൻ ആവർത്തിക്കുന്നു, ഇരയ്ക്കും വെട്ടക്കാരനും ഒപ്പം നിൽക്കുന്ന ഒരു ശൃഗാല ബുദ്ധി ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാത്തതിലും അതിന്മേൽ ചർച്ച നടത്താത്തതിലും സർക്കാർ കാണിച്ചിട്ടുണ്ട്. സ്ത്രീപക്ഷത്ത് നിൽക്കുന്നു എന്ന് അവകാശപ്പെടുന്ന സർക്കാരിന് അതൊട്ടും ഭൂഷണമല്ല. നടിയെ ആക്രമിച്ച കേസിൽ സത്വര നടപടികൾ എടുത്തു. ആ നടിയെ ആക്രമിച്ച കേസ് അങ്ങേയറ്റം വരെയും കൊണ്ടുപോകാൻ സർക്കാർ ഒപ്പം നിന്നു. പക്ഷേ ഇതേപോലെയുള്ള നടിമാർ ആക്രമിക്കപ്പെട്ട കേസുകളുണ്ട്. ആ കേസുകൾ കൂടി, സമാനമായ രീതിയിൽ ആക്രമിക്കപ്പെട്ട കേസുകളുണ്ട്.
അതല്ലെങ്കിൽ ഇപ്പോഴും ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന നടിമാരുണ്ട്. അവർക്കൊരു സുരക്ഷയൊരുക്കുക, ആ സുരക്ഷയൊരുക്കുന്ന ഒരു സർക്കാരാണ് എന്ന ബോധ്യം ഉറപ്പുവരുത്താനെങ്കിലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുകയും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ചർച്ച ചെയ്യുകയും വേണമായിരുന്നു. എന്തായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാൻ താല്പര്യം കാണിച്ച വിവരാവകാശ കമ്മീഷണർ എ അബ്ദുൾ ഹക്കീമിന് അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. കാരണം സർക്കാരിന് ചെയ്യാൻ സാധിക്കാത്തത് നിങ്ങളെ കൊണ്ട് സാധിച്ചിരിക്കുന്നു. അതിന് സാങ്കേതികമായ നൂലാമാലകളുണ്ട്. ഐഡന്റിറ്റി ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. തങ്ങൾ തന്നെ പ്രസിദ്ധീകരിക്കരുത് എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുണ്ട്. തങ്ങളുടെ അവസരങ്ങൾ നഷ്ടപ്പെടുമെന്ന് പറഞ്ഞുകൊണ്ട് കാര്യങ്ങൾ അറിയിച്ചിരിക്കുന്നവരുണ്ട്. ആ വിവരങ്ങളൊന്നും നിങ്ങൾ പുറത്തുവിടേണ്ടതില്ല. പക്ഷേ മാർഗനിർദ്ദേശങ്ങൾ പുറത്തുവരണം. അതിൻ്റെ ഭാഗമായിട്ട് സംസ്ഥാനത്തെ ചലച്ചിത്ര മേഖലയിലെ ലിംഗ അസമത്വം ഒഴിവാക്കാൻ ആവശ്യമായ നിയമനിർമ്മാണം സർക്കാർ നടത്തുകയും വേണം എന്നതാണ് എൻ്റെ ടേക്ക്. അതുകൊണ്ട് പുറത്തുവിടാൻ പേടിയോ എന്ന ചോദ്യത്തിന് പേടിയുണ്ട് എന്നാണ് ഞാനിപ്പോൾ പറയുക. സുജയ, Meet the editors.